ഹലോ, ഗുഡ് മോർണിംഗ്. അങ്ങനെ പുതിയൊരു യാത്രയ്ക്ക് വേണ്ടി കുഞ്ഞാവയും ഞങ്ങളും ഇതാ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ യാത്രയെന്ന് പറയുന്നത് തിരുവല്ല, ആലപ്പുഴ ടു കൊല്ലമാണ്. പോകുന്ന വഴിക്ക് ഒന്ന് രണ്ട് ചെറിയ സസ്പെൻസൊക്കെ ചിലർക്ക് കൊടുത്തിട്ട് പോകാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആദ്യത്തെ സസ്പെൻസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ വിവാഹം നടത്തി തന്ന മുൻ വികാരി അച്ഛൻ ഫാദർ ജോൺ തോമസ് അച്ഛനാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന വിവാഹം കഴിഞ്ഞവരായിട്ടുള്ള എൻ്റെ കൂട്ടുകാർ നിങ്ങളുടെ വിവാഹ ദിവസത്തെ പറ്റിയൊക്കെ ഒന്ന് ഓർക്കണം കേട്ടോ. അങ്ങനെ അച്ഛനെ ഞങ്ങൾ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. അച്ഛൻ ഞങ്ങളെ വളരെ യാദൃച്ഛികമായിട്ട് കാണുന്നു. അച്ഛന് വളരെ സന്തോഷമായി. കുഞ്ഞിനെ അച്ഛൻ എടുത്തു, ഞങ്ങളെ അകത്തേക്ക് സ്നേഹത്തോടെ ക്ഷണിച്ചു, കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ അച്ഛൻ്റെ അടുത്തു നിന്ന് നല്ലൊരു സന്തോഷകരമായ നിമിഷം പങ്കുവെച്ച് ഞങ്ങൾ യാത്ര മുമ്പോട്ട് പോവുകയാണ്. ആ പോകുന്ന വഴിക്കാണ് നമ്മുടെ റോഡിൽ ബോർഡ് കാണാം, ചക്കുളത്ത് കാവ് ക്ഷേത്രം. വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ്, ഒരുപാട് പഴക്കമുള്ള ക്ഷേത്രമാണ്, ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. ഇത് കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മുടെ എടത്വ പള്ളി. അപ്പം ഞങ്ങൾക്ക് എടത്വ പള്ളിയിലൊന്ന് കയറണം, ഒരു നേർച്ച എനിക്ക് കഴിക്കാനുണ്ട്. അപ്പം ഞങ്ങൾ എടത്വ പള്ളിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എടത്വക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരം എന്ന് തന്നെ പറയാം ആ പള്ളി. അത്ര തലയെടുപ്പോടുകൂടി എടത്വയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു മനോഹരമായ ദേവാലയമാണ് എടത്വ പള്ളി. അങ്ങനെ എടത്വ പള്ളി കയറി പ്രാർത്ഥിച്ചു. എടത്വ പള്ളിയൊക്കെ ഒന്നുകൂടെ കണ്ടു, ഒരുപാട് തവണ വന്നിട്ടുണ്ട്. അങ്ങനെ എടത്വ പള്ളി കയറി തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു. വളരെ അനുഗ്രഹപ്രദമായ ഒരു ദിവസമായിരുന്നു. അവിടെ ഒരു വിവാഹത്തിൻ്റെ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ആലപ്പുഴയുടെ മനോഹാരിതയൊക്കെ വീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. രണ്ടുപേർക്കും നല്ല വിശപ്പ്. അപ്പോൾ ഇതിന് മുന്നത്തെ വീഡിയോ കണ്ടവർക്കറിയാം, വിശപ്പിനോട് ഞങ്ങൾക്ക് നോ കോംപ്രമൈസ്. അങ്ങനെ വൈഫിനോട് പറഞ്ഞു നല്ലൊരു ഹോട്ടൽ എവിടെയാണെന്ന് സെർച്ച് ചെയ്യാൻ. അങ്ങനെ അവൾ ഫോണിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ് ഉത്സവം എന്ന് പറയുന്ന ഹരിപ്പാടുള്ളൊരു ഹോട്ടൽ. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ഹോട്ടലാണ്. അതുപോലെ തന്നെ അവിടുത്തെ സർവീസും വളരെ മനോഹരമാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും മുമ്പോട്ട് യാത്ര ചെയ്യുക. അടുത്ത സസ്പെൻസ് കൊടുക്കാൻ പോകുന്നത് കൊല്ലം കുണ്ട്രയിലുള്ള ഗേർത്തിയമ്മച്ചിക്കാണ്. അപ്പം ഞാൻ നേരത്തെ ഇവിടെ ജോലി ചെയ്ത സമയത്ത് താമസിച്ചൊരു വീടാണ്. ഗേർത്തിയമ്മച്ചിക്ക് വളരെ അത്ഭുതമായി. ഞങ്ങൾ പെട്ടെന്ന് അവിടെ കയറി ചെന്നപ്പം ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഗേർത്തിയമ്മച്ചി കുരുവപ്പുഴപ്പള്ളി പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കുരുവപ്പുഴപ്പള്ളി പോകാൻ വേണ്ടി ഞങ്ങളും അമ്മച്ചിയുടെ കൂടെ അങ്ങ് കൂടി. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഒരു മസാല ദോശയും പൊറോട്ടയൊക്കെ കഴിച്ച് നേരെ കുരുവപ്പുഴപ്പള്ളിയിലെത്തി. അതും വലിയൊരു പള്ളിയാണ്, തീർത്ഥാടന കേന്ദ്രമാണ്, വളരെ മനോഹരമായ ഒരു ദേവാലയമാണ്. അവിടെയും പോയി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നേരെ തിരിച്ച് അമ്മച്ചിയെ കൊണ്ടുവന്ന് അമ്മച്ചിയുടെ വീട്ടിൽ കൊണ്ടുവിട്ടു. വളരെ സ്നേഹത്തോടെ അവിടുന്ന് യാത്ര പറഞ്ഞ് പിരിഞ്ഞു. അവിടുന്ന് നേരെ പോകുന്നത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. എൻ്റെ ബാല്യകാല സുഹൃത്ത് ജോബും പാസ്റ്ററും ഫാമിലിയും ഹിമാചലിൽ നിന്ന് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക് വരും. അവരെ പിക്ക് ചെയ്യണം. ഇനിയുള്ള 1-2 ദിവസം അവരുടെ കൂടെയാണ് യാത്ര. അപ്പം നമ്മുടെ വീഡിയോയിൽ അവരെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം അതുവരെ എല്ലാവർക്കും വണക്കം. ബൈ ബൈ, സീ യു.